അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ആശൂറയിൽ മുഹറം 10 അന്ന് ചെല്ലേണ്ട ദിക്റിൽപ്പെട്ടതാണ്. സയ്യിദ് ഗൗസുല്ലാഹി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ ജവാഹിറിൽ പറയുന്നത് കാണാൻ പറ്റും. ഒരാൾ ആശൂറയുടെ ദിവസം ഈ ദിക്ർ, താഴെ പറയപ്പെടുന്ന ദിക്ർ 70 തവണ ചൊല്ലുകയും അങ്ങനെ ശേഷം 7 തവണ എന്താവുക, അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ ആ വർഷം എന്താവൂല, മരിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മൾ ഓർമ്മപ്പെടുത്തുക. എന്നാൽ ഒരാൾക്ക് മരണത്തിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഇത് ചൊല്ലാനുള്ള തൗഫീക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഏതാണ് ദിക്ർ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസ്ർ. ഈ ദിക്റാണ് 70 പ്രാവശ്യം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം 70 പ്രാവശ്യം ചൊല്ലേണ്ട പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലുകയും ഈ 70 പ്രാവശ്യം പ്രാർത്ഥനയും ദിക്റും ചൊല്ലിക്കഴിഞ്ഞാൽ ആ വർഷം അയാൾ മരിക്കൂല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മൾ ഓർമ്മപ്പെടുത്താം. ഇനി ആ പ്രാർത്ഥന ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശി ലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ അശ്ശഫഇ വൽ വത്രി വഅദദ കലിമാതി താമ കുല്ലിഹാ അസ്അലുക അസ്സലാമത കുല്ലിഹാ ബിറഹ്മതിക യാ അർഹമർ റഹീമിൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം وحسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلق سيدنا محمد وعلى آله وصحبه وسلم أجمعين. അപ്പോൾ ഇത് നമ്മൾ ചൊല്ലാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആശൂറയിൽ ചൊല്ലേണ്ട ദിക്റാണ്, മരിക്കാതിരിക്കാനുള്ള ദിക്റായിക്കൊണ്ട് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ്.